7 നവജാത ശിശുക്കളെയും നദിയിലേക്ക് വലിച്ചെറിഞ്ഞ ഗംഗ എട്ടാമത്തെ കുഞ്ഞിനെ നദിയിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങിയപ്പോൾ ശന്തനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദയില്ലാത്തവളെ, നിർത്തൂ. അവനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ. ഭർത്താവേ, നിങ്ങൾ വാക്ക് ലംഘിച്ചു. അതിനാൽ ഉർവശി ഒരിക്കൽ പുരൂരവനെ വിട്ടുപോയതുപോലെ എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ സമയമായി. വസിഷ്ഠന്റെ പശുവിനെ മോഷ്ടിച്ച കുറ്റത്തിന് മർത്യരായി പുനർജനിക്കണമെന്ന് ശപിക്കപ്പെട്ട വസു എന്ന അഷ്ടദേവന്മാരിൽ 7 പേരാണ് ഞാൻ നദിയിലെറിഞ്ഞ കുട്ടികൾ. അവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ അവരുടെ അമ്മയായി തീർന്നു. അവർ ഭൂമിയിൽ താമസിക്കുന്നത് കഴിയുന്നത്ര ഹ്രസ്വമായി നിലനിർത്താൻ ശ്രമിച്ചു. ഭൂമിയിലെ അസ്തിത്വത്തിന്റെ ദുരിതത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് അവസാനത്തെ വസുവിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശന്തനു, നീ രക്ഷിച്ച ഈ എട്ടാമത്തെ വസു ജീവിക്കും. എന്നാൽ അത് ഭയങ്കരമായ ഒരു ജീവിതമായിരിക്കും. മനുഷ്യനാണെങ്കിലും അവൻ വിവാഹം കഴിക്കുകയോ നിങ്ങളുടെ സിംഹാസനം അവകാശമാക്കുകയോ ഇല്ല. അവന് കുടുംബം ഉണ്ടാകില്ല, എന്നിട്ടും ഒരു ഗൃഹനാഥനായി ജീവിക്കാൻ ബാധ്യസ്ഥനായിരിക്കും. ഒടുവിൽ സ്ത്രീയോ പുരുഷനോ അല്ലാത്ത ഒരു വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് മരിക്കും.